ഞായറാഴ്ചയല്ലേ എന്താ സ്പെഷ്യല്? എന്താ വെക്കുക? ബിരിയാണി വെച്ചാലോ? ബിരിയാണി വെക്കാം. എന്ത് ബിരിയാണി? ബീഫ് ബിരിയാണി. ബീഫ് സെറ്റ്. ഓക്കെ സെറ്റ്. അപ്പോൾ നമ്മൾ കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ചിരിക്കുകയാണ്. നല്ല ചൂടായത് പിന്നെ നമുക്കതിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് നെയ്യ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു 3 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഗോൾഡ് വിന്നർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് മതി, 1 കിലോൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അത് നല്ല ചൂടായി വന്ന പിന്നെ ഒരു 5 ഏലക്ക, ഒരു 4 കഷ്ണം പട്ട, കറയാമ്പ് ഒരു 7 എണ്ണം അതിട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവോള പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ നമുക്ക് ബിരിയാണിക്കുള്ളതിന് 2 വലിയ സവോള അത് പൊടിയായി അരിഞ്ഞു കൊടുത്ത് അത് നന്നായി വഴന്ന് വരണം. നന്നായി വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 5 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായി മൊരിഞ്ഞ് വരണം. ആ ടൈമിൽ ചെറിയുള്ളി, കൊച്ചുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത് എത്ര വേണം എന്നുള്ളത് നമുക്ക് അളവൊന്നുമില്ല കേട്ടോ. ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. അതും നന്നായി ഒന്ന് മൂത്ത് വന്ന പിന്നെ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. ഞാനിതിവിടെ വലിയ തക്കാളി 4 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കിലോ റൈസിനുള്ളത് 4 തക്കാളി കേട്ടോ. അങ്ങനെ അത് നന്നായി വെന്ത് ഉടഞ്ഞ് വരണം. നമുക്കപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. തക്കാളി നന്നായി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീ ഉണ്ടല്ലോ അത് നന്നായി ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ശേഷം വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാൻ. അത് ഞാനൊരു വലിയ ടീസ്പൂൺ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, അതേപോലെ തന്നെ വലിയ ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. ശേഷം മല്ലിയിലയും പുതിനയിലയും നന്നായി ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ കൈക്ക് 2 കൈ ഉണ്ടാവും, രണ്ടും കൂടെ നിറച്ച് 2 കൈ ഫുള്ളും മല്ലിയിലയും പുതിനയിലയും അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിക്കഴിഞ്ഞ പിന്നെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ഞാൻ ഇവിടെ 2/4 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് ഇടാവുന്നതാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും എരിവ് ഇത്തിരി മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഞാൻ 2/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 1.5 ടീസ്പൂൺ വരെ ഇടാം കേട്ടോ. ഞാനിവിടെ 2/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കൂടെയാണേ. പിന്നെ അതുപോലെ മല്ലിപ്പൊടി, അത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ വെക്കുമ്പോൾ ഇടാറുണ്ട്. ഞാനതൊരു 1/4 ടീസ്പൂൺ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ പട്ട, കറാമ്പു, ഏലക്കയും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചതാണത്. അതിനുശേഷം തൈര് ഒരു 1/2 ഗ്ലാസ് തൈര്, പുളി അധികം ഇല്ലാത്ത 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് അത് എണ്ണ തെളിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ, ആ സമയത്താണ് നമ്മൾ ഇറച്ചി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പാകം ഞാൻ കാണിച്ചു തരാം കണ്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഇറച്ചി അതിലേക്ക് ഇട്ടിട്ട് അത് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് മാറ്റി വയ്ക്കുക. അത് കളയരുത്. നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ സൂപ്പാണ് കേട്ടോ. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നന്നായി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ആ സമയം വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുറത്ത് ഈ സമയത്ത് ഒരു മഴ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ബിരിയാണി വെക്കുമ്പോഴേക്ക് പുറത്തൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിക്ക് 1 കിലോ റൈസിന് നമ്മൾ അളവെടുക്കുന്നത് അത് അളന്ന പാത്രം ഉണ്ടല്ലോ അതിന് 1.5 പാത്രം വെള്ളം. 1 കിലോയ്ക്ക് 1.5 പാട്ട വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പ് നോക്കുക. ഈ ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക.
വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഒന്നും കൂടെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം ഈ വെള്ളത്തിൽ കേട്ടോ. ഒത്തിരി കൂടുതലാണെന്ന് നമുക്ക് തോന്നും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ അരി ഇടുക, അപ്പോൾ കറക്റ്റായിരിക്കും. എനിക്ക് ഇച്ചിരി പോരാത്തതുകൊണ്ട് ഞാൻ ഇത്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ്. ശേഷം അത് നന്നായി ഇളക്കി വിട്ടതിന് ശേഷം റൈസ് കഴുകി വെച്ചിരുന്നു, അപ്പോഴേക്കും ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക. നന്നായി തിളച്ച പിന്നെ സിമ്മിലാക്കി വെക്കുക. അരി ഇട്ട് കഴിഞ്ഞാൽ തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. മൂടി വെച്ച് നല്ല തള വരുന്നത് വരെ മൂടി വയ്ക്കുക. ഇപ്പം നമുക്ക് പഴയ ദോശത്തവകൾ ഉണ്ടാവില്ലേ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഒന്നും കൂടെ നന്നായി ഇളക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് നേരം അങ്ങനെ തന്നെ മൂടി വെക്കുക. സിമ്മിലാക്കി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് വെയിറ്റ് എന്തെങ്കിലും തൂക്കി വെക്കുക, ഇങ്ങനെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ആക്കി നിങ്ങൾ മുകളിൽ കയറ്റി വെച്ചാൽ മതിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇനിയും നെയ്യ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി പോരാ ഇച്ചിരി കൂടെ നെയ്യ് വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ടീസ്പൂൺ കൂടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ട് മിസ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ആരും മിസ് ചെയ്യരുത്. ബിഗിനേഴ്സിനാണ് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടുക. അവരത് കാണുക, മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും അഭിപ്രായം പറയുക കേട്ടോ. ഇതാണ് പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ ബിരിയാണി. ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരാൾ തീറ്റ തുടങ്ങിയിട്ടാ. എങ്ങനെയുണ്ട് പറയൂ. സത്യസന്ധമായിട്ട് പറയണം.